മലപ്പുറം മഞ്ചേരിയിലെ കൃഷ്ണപ്രിയയുടെ പിതാവ് ശങ്കരനാരായണൻ അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്നാണ് അന്ത്യം. കൃഷ്ണപ്രിയയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ പ്രതിയെ വെടിവെച്ചു കൊന്ന കേസിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചിരുന്നു. സെഷൻ കോടതി ജീവപര്യന്തം ശിക്ഷ വിധിച്ചെങ്കിലും ഹൈക്കോടതി തെളിവുകളുടെ അഭാവത്തിൽ ശങ്കരനാരായണനെ വെറുതെ വിട്ടു. അഷ്കർ അലി കരിമ്പ നമുക്കൊപ്പം ചേരുന്നു. അഷ്കർ അലി കരിമ്പ, ശങ്കരനാരായണൻ എന്ന പേര് മകൾക്ക് നീതി ഉറപ്പാക്കാൻ വേണ്ടി അവളോട് ക്രൂരത കാട്ടിയയാളെ കൊന്ന ഒരു അച്ഛന്റെ പേരാണ്. ഇന്ന് ആ അച്ഛൻ ജീവിതത്തിൽ നിന്ന് വിട പറഞ്ഞ് പോയിരിക്കുകയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? സുജയ, ഈ ശങ്കരനാരായണനും കൃഷ്ണപ്രിയയും മനസ്സിലിടം പിടിക്കാത്ത ഒരു മലയാളിയും ഉണ്ടാവില്ല എന്നുള്ളതാണ്. കാരണം 2001 ഫെബ്രുവരി 9 ശങ്കരനാരായണൻ്റെ ഏക മകളായ അവരുടെ ഏറ്റവും വലിയ ആത്മബന്ധമുണ്ടായിരുന്ന അച്ഛൻ്റെ മകളായിരുന്ന കൃഷ്ണപ്രിയ കൊല്ലപ്പെടുന്നത്. അതായത് സ്കൂൾ വിട്ട് വരുന്ന വഴി 13 വയസ്സുകാരിയായ ഈ കൃഷ്ണപ്രിയയെ സ്വന്തം നാട്ടുകാരൻ കൂടിയായിട്ടുള്ള ഈ അച്ഛനുമായും കൃഷ്ണപ്രിയയുമായും ഒക്കെ തന്നെ ഏറെ അടുത്ത ബന്ധമുണ്ടായിരുന്ന മുഹമ്മദ് കോയ എന്ന് പറയുന്ന പ്രതി ക്രൂരമായി ബലാത്സംഗത്തിനിടയാക്കി കൊലപ്പെടുത്തുന്നത്. പക്ഷേ പിന്നീട് അതിനേക്കാൾ ഉപരി ആ വാർത്ത ശ്രദ്ധ പിടിച്ചു പറ്റുന്നില്ലെങ്കിൽ കേരളം തന്നെ ഞെട്ടിയൊരു വാർത്ത എന്ന് പറയുന്നത് 2002 ജൂലൈ 27 ആ കേസിലെ പ്രതിയായ കൃഷ്ണപ്രിയ കൊലക്കേസിലെ പ്രതിയായ മുഹമ്മദ് കോയ കൊല്ലപ്പെട്ടു, വെടിയേറ്റ് കൊല്ലപ്പെട്ടു എന്ന വാർത്തയോടെയാണ് എല്ലാവരും ആ വാർത്ത എന്നത്. പക്ഷേ അതിനും അപ്പുറത്തേക്ക് വെടിവെച്ച് കൊന്നത് താനാണെന്ന് പറഞ്ഞ് ആ ആയുധവുമായി മഞ്ചേരി പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങിയ ശങ്കരനാരായണൻ എന്ന് പറയുന്ന കൃഷ്ണപ്രിയയുടെ അച്ഛനാണ് ഒരുപക്ഷെ അന്ന് മുതൽ ഏറെ കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത്. അതിൽ ശങ്കരനാരായണൻ ചെയ്ത് ശരിയാണോ അല്ലയോ എന്നുള്ള നിയമത്തിൻ്റെ പശ്ചാത്തലത്തിലുള്ള പല ചർച്ചകളും നടക്കുന്നുണ്ടെങ്കിൽ പോലും എല്ലാ അച്ഛനമ്മമാരെ സംബന്ധിച്ചിടത്തോളം അന്ന് ശങ്കരനാരായണൻ മാത്രമായിരുന്നു ശരി എന്നുള്ളതാണ്. ഇന്നും പല ബലാത്സംഗങ്ങൾ നടക്കുമ്പോൾ ഇല്ലെങ്കിൽ അത്തരത്തിൽ പെൺകുട്ടികൾ ക്രൂരമായി പീഡിതരാകുമ്പോഴൊക്കെ തന്നെ ഒരു ശങ്കരനാരായണനാകാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ പോലും ഒരു ശങ്കരനാരായണെങ്കിലും ആകാൻ നമുക്ക് സാധിക്കണമെന്നുള്ള സാമൂഹ്യ മാധ്യമ കമൻറ്റുകൾ ഇന്നും ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെയാണ്. വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. കൃഷ്ണപ്രിയ കൊലക്കേസ് മനുഷ്യ മനസാക്ഷിക്ക് എന്നും ഓർമ്മയുണ്ടാകുന്ന ഒരു കേസാണ്. 2001 സംഭവം ഇന്നലെ കഴിഞ്ഞതുപോലെ എല്ലാവരുടെയും മനസ്സിൽ ഇന്നുമുണ്ട്. അതിന് കാരണം ആ അച്ഛനാണ് ശങ്കരനാരായണൻ. അദ്ദേഹം വിട പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തിന് ആദരാഞ്ജലി.